ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കരുതി. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ദിവസത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം. കാരണം എന്ന് വെച്ചാൽ നല്ല സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. നല്ല സ്റ്റിച്ചിങ് ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കണ്ണൊക്കെ കണ്ടോ, അത്രയ്ക്ക് എനിക്ക് നല്ല സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് സത്യത്തിൽ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. ഇന്നലെ ഒരു 9 മണി 9:30 ആയിട്ട് ഞാൻ കയറി കിടന്നിട്ട് ഇന്ന് വെളുപ്പിന് 8 മണിയല്ല 8:30 9 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. കാരണം അത്രയ്ക്ക് ഞാൻ സുഖമായിട്ട് കിടന്നിറങ്ങി. മെനഞ്ഞാന്നും അതിന് മുമ്പുള്ള ഡേയിലൊക്കെ സത്യത്തിൽ രാത്രി ഉറങ്ങുമ്പോൾ 2 മണി 1 മണി 2 മണി ആ സമയത്തൊക്കെ ആയിരുന്നു. സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാം ഒരു വലിയ കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി. അപ്പം ഞാൻ കരുതി എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. കാരണം ഞാൻ ഈ 2 ദിവസം സ്റ്റിച്ചിങ്ങിൽ ക്ലീനിങ് ആലോചിക്കാനേ പറ്റത്തില്ല. കാരണം ഉറങ്ങുമ്പോൾ പോലും കട്ടിലിൽ പോലും നല്ല രീതിയിൽ തുണികളും സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് ഒതുക്കി എല്ലായിടത്തും മേശപ്പുറത്ത് വയ്ക്കി അങ്ങനെ ഞാൻ കിടക്കുന്നത്. കാരണം അത്രയ്ക്ക് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം മുറി മൊത്തത്തിൽ മിസ്സായി കിടക്കും. അപ്പം കരുതി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. എൻ്റെ റൂമിൻ്റെ കോലം കാണിച്ചു തരും. ഉണ്ട് ഇവിടെയൊക്കെ കണ്ട് ക്യാമറയിലായി. എനിക്ക് ഈ സത്യത്തിൽ ഈ ഫോൺ എങ്ങനെ പിടിക്കണ്ടേന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. സത്യത്തിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു എത്തും പിടിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. എനിക്ക് സത്യത്തിൽ ഇതൊക്കെ എങ്ങോട്ടാണ് ഒതുക്കേണ്ടതെന്ന് എത്തും പിടിയില്ല. ഞാൻ സ്റ്റാൻഡിലാണ് ഫോൺ വെച്ചേക്കുന്നത്. അത് എത്രത്തോളം കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല. ഫോൺ ഇങ്ങനെ വെച്ചെടുക്കത്തില്ല, അത് എടുക്കാൻ പറ്റൂല. കാരണം കൈക്ക് ഭയങ്കര നീളമായതുകൊണ്ടേ ഞാനിങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ എൻ്റെ മുഖം അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നും. ഇന്ന് ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഒന്ന് എൻ്റെ അമ്മയുടേതും ഒന്ന് താഴത്തെ ഒരു ചേച്ചിയുടേതുമാണ്. അവർക്ക് മറ്റന്നാൾ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒതുക്കി വെച്ചിട്ട് വേണം ആ 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ. നമ്മളിങ്ങനെ ഉറങ്ങാതൊക്കെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് കണ്ണൊക്കെ വയ്യാതായി ഛർദ്ദിക്കാനൊക്കെ വരത്തില്ല. ആ ഒരവസ്ഥയായിപ്പോയി. എനിക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽത്തിന് വലിയ പ്രോബ്ലം ആയിരുന്നു. എനിക്ക് തലയിൽ കൂടെ ഒക്കെ ഒരുമാതിരി തീക്കാനൊക്കെ വാരിയിടുന്നതൊക്കെ ആയിപ്പോയി. സ്റ്റിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുമായിരുന്നു. പിന്നെ രാത്രിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കണ്ണൊക്കെ വേദനിക്കുമ്പോൾ ഞാൻ തുണിയിൽ വെള്ളമൊക്കെ കുതിർത്ത് കണ്ണിലൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മിക്കതും പിറ്റേ ദിവസമൊക്കെ കൊടുക്കാനുള്ളതായിരിക്കും. 2-3 എനിക്ക് അങ്ങനെ തലേന്ന് കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷൻ അടിക്കും. ഒട്ടും ടെൻഷൻ അടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ടെൻഷൻ അടിച്ചാൽ മൊത്തത്തിൽ കുളമായിപ്പോൾ. അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പല്ല ഞാൻ ലോങ് വീഡിയോ, ഇതല്ല ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ചുരിദാർ കട്ടിങ്ങിൻ്റെ ലോങ് വീഡിയോ ആയിരുന്നു. സ്ട്രെയിറ്റ് പാൻറ്റും ചുരിദാർ കട്ടിങ്ങിൻ്റെ ലോങ് വീഡിയോ എടുക്കാനായിരുന്നു കരുതിയത്. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ ചുരിദാർ ഇൻട്രോയും എടുത്ത് ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ പാതി എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാത്രി കട്ട് ചെയ്തിട്ട് ലേറ്റ് ആയതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം കട്ട് ചെയ്യാൻ. അങ്ങനെ പിറ്റേ ദിവസം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവൾക്കൊരു മാരേജിൻ്റെ കുറച്ച് വർക്ക് അധികം ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ ഞാൻ എന്നാൽ ചെല്ലാന്ന് കരുതി. പക്ഷെ അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അത് ഉച്ചയ്ക്ക് കൊടുക്കണം. പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അത് 2ഉം കൂടെ പാൻറ്റും ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അവളുടെ വീട്ടിൽ പോയി. അവളുടെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ദൂരമുണ്ട്. ഒരു 3 ബസ് കയറണം. അങ്ങനെ അവിടെ പോയി ഞാൻ ചെന്നപ്പം ഉച്ചയ്ക്ക് 2 മണി അടുപ്പിച്ചായി. എനിക്ക് 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരികയും ചെയ്യണം. അവിടെ പോയിരുന്ന് അവളെയും ഹെൽപ്പ് ചെയ്ത് അവൾക്കും കൂടെ ഹെൽപ്പ് ചെയ്ത് അവളെ സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പം അവിടെ നിന്നൊരു പട്ടുപാവാട ഉടുപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് അവൾക്ക് ചെയ്യാൻ ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് അവൾക്ക് ചെയ്യാനും പറ്റത്തില്ല. അതും പിറ്റേ ദിവസം കൊടുക്കണ്ടേ. അപ്പം ഞാൻ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ 7 മണി 7:30 ഉണ്ടായി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ 12 അടുപ്പിച്ചായി. കാരണം ഞാൻ 9 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 12 അടുപ്പിച്ചായി. പിറ്റേ ദിവസമാണ് ആ പട്ടുപാവാട ഉടുപ്പും കൊടുക്കുക. അത് ഉച്ചയ്ക്ക് കൊടുക്കേണ്ട സാധനം. പിറ്റേ ദിവസമാണ് പട്ടുപാവാട ഉടുപ്പും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. കട്ട് ചെയ്തത് അപ്പം തന്നെ ആയിരുന്നു. അതെല്ലാം കൂടെ കഴിയുമ്പോൾ സത്യത്തിൽ ഇത്രയും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു.
കാരണം അത്രയ്ക്ക് തിരക്കാണ്ട് നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം. ഇനിയും ഒരു പട്ടുപാവാട ഉടുപ്പും ഇരിപ്പുണ്ട്, അത് കുറച്ച് വൈകി കൊടുത്താൽ മതി. അപ്പം ഞാൻ കരുതി അതിൻ്റെ ഒരു ലോങ് വീഡിയോ എടുക്കും. പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ എടുക്കണം. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു ടോപ്പ് തയ്ക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ചുരിദാർ തയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിൻ്റെയും കൂടെ ലോങ് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി ക്ലീനിങ് ചെയ്യാം. ആദ്യം റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. നല്ല പൊടി ഉണ്ടായിരുന്നു, നേരത്തെ കണ്ടതല്ലേ, നല്ല തുണി ഉണ്ടായിരുന്നു, തുണികൾ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി വെക്കണം. ഈ ബക്കറ്റിനകത്തൊക്കെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ തുണികളാണ്. ഇവിടെ ആണെങ്കിൽ ക്യാമറയിൽ നോക്കുമ്പോൾ ആണെങ്കിൽ ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രോബ്ലം. അങ്ങനെ ഞാൻ ഒരു ലൈറ്റ് അണയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക, ആ സ്വിച്ച് ആണെങ്കിൽ കംപ്ലൈൻറ്റ്, അത് ഓഫ് ആവുന്നില്ല. അങ്ങനെ ചൂലിൻ്റെ സൈഡ് വെച്ചിട്ട് ഒരു തട്ട് തട്ടിയപ്പോഴത്തേക്ക് അത് ഓഫായി. ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി തൂത്ത് മെഷീൻ്റെ അടിയിൽ നല്ല രീതിയിൽ തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ നല്ല വൃത്തിയാക്കണം. എനിക്ക് ഈ തുണി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഇത് മെഷീൻ്റെ മേളിലിരുന്ന നൂലും പെട്ടികൾ വരുന്നത്. അപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് തറയിലോട്ട് വെച്ചതാണ്. ആ ടേബിളിൻ്റെ മണ്ടയിൽ ഇരുന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തറയിലോട്ടെടുത്ത് വെച്ചു. അപ്പോൾ അതെല്ലാം ഒതുക്കി പറക്കി വെച്ച് അതിൻ്റെ അടിയിലും ഈ കട്ട് ചെയ്തതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇതിൻ്റെ ആരി വർക്കിൻ്റെ റിങ് ആട്ടോ. ദേ ഇവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. എൻ്റെ റൂമിലാണെങ്കിൽ 2 ബക്കറ്റ് ഇരിപ്പുണ്ട്, 2 അല്ല 3 ബക്കറ്റ് ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ റൂമിൽ അലമാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തുണികളൊക്കെ ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്. വീട്ടിലിടാനുള്ളതൊക്കെ ഈ ബക്കറ്റിൽ, മറ്റേ ആ ചുമന്ന ബക്കറ്റിനകത്ത് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന തുണികളൊക്കെ അതിനകത്തെടുത്ത് വയ്ക്കും. നമ്മൾ മോഡലൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യൂലേ, ആ ടൈപ്പ് തുണികളൊക്കെ ഇതിനകത്തെടുത്ത് വയ്ക്കും. പിന്നെ അല്ലാതെ ഒരു ബ്ലാക്ക് ഒരു ബക്കറ്റ് ഉണ്ട്. അതിനകത്താണെങ്കിൽ തയ്ക്കാനുള്ള തുണികളും പിന്നെ അല്ലാതെ ബാക്കി വരുന്ന തുണികളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. നല്ല തുണികളൊക്കെ ആണെങ്കിൽ അനിയത്തിയുടെ റൂമിലൊരു അലമാരി ഉണ്ട്, അപ്പോൾ അതിനകത്ത് അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നും തൂത്ത് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം പല സ്റ്റിച്ചിങ്ങിൻ്റെയാണ്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഇതിനകത്തുനിന്ന് കുറച്ച് വലിയ തുണികളൊക്കെ ഞാനെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ലൈനിങ്ങിൻ്റെ ആവശ്യം, അങ്ങനെ തുണികളുടെ ആവശ്യം വരുവാണെങ്കിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ പീസുകളൊക്കെ. അല്ലാതെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ എല്ലാം ഞാൻ എടുത്ത് കളയാറാ പതിവ്. പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, തുണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് ബാസ്ക്കറ്റിലിട്ട് ഇനി മേശപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞു ബക്കറ്റിനകത്ത് ഇരിക്കുന്ന ഞാൻ കുഞ്ഞു കുഞ്ഞു തുണികൾ മടക്കി വെച്ചേക്കുക. പിന്നെ ഈ അയൺ ബോക്സ് എനിക്ക് മെഷീൻ വാങ്ങിച്ചപ്പം ഫ്രീ കിട്ടിയതാട്ടോ. പിന്നുള്ളത് ഈ ബോർഡാണ്. ഈ ബോർഡാണെങ്കിൽ എനിക്ക് പുതിയ മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് ഉഷയുടെ സാധാ മെഷീനായിരുന്നു. അപ്പം ഞാനത് മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയറാണെങ്കിൽ അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേ കണക്കൊരു ബോർഡ് വാങ്ങിച്ചത്. അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അയൺ ചെയ്യുമ്പോഴത്തേക്ക് അയൺ ബോക്സിൻ്റെ വയറിന് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്വിച്ച് ബോർഡ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കുത്തിയിട്ടാണ് ഞാൻ അയൺ ചെയ്തത്. പിന്നെ ഈ പാത്രത്തിനകത്തൊക്കെ ഇരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു തുണി, നല്ല നല്ല തുണികളാണ്. ഞാൻ ഈ സ്ക്വഞ്ചീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി മടക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ ബോക്സിനകത്താണ് ഞാൻ എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതാണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ആ ബാസ്ക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ മേശയാണെങ്കിൽ ഞാൻ അരുമാരും ആക്കി അടുപ്പിച്ചിട്ടുന്നുണ്ട്. പിന്നെ ഈ ബുക്കുണ്ടല്ലോ, ഈ ബുക്കാണെങ്കിൽ ഈ തയ്യലിൻ്റെ ഒരു ബുക്ക്. ഈ തയ്യലിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു ബുക്കാണ്. ഞാനിത് PSCക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഈ ബുക്കിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ. ഞാനാണെങ്കിൽ സെപ്പറേറ്റ് നൂല് വാങ്ങിച്ചിട്ടില്ല, ഓരോരോ നൂലായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടിയിലാക്കി വെക്കുന്നത്. അല്ലാതെ വലിയ നൂല് വാങ്ങിക്കാൻ എന്തെങ്കിലും ആ സമയത്ത് ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ഇനിയിപ്പം അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഒരു വലിയ ബോക്സിൽ നൂല് വാങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ കട്ടിലിനകത്തുള്ള തുണികളൊക്കെ എടുത്ത് ഞാൻ ബാസ്ക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. വലിയ തുണികളൊക്കെ ആണെങ്കിൽ ഇതേ കണക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് മടക്കി ഞാൻ മാറ്റി വെക്കാറാണ് പതിവ്. അങ്ങനെ ഞാൻ അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കത്രിക ഞാൻ ഈ ബോക്സിനകത്ത് ആക്കി വെക്കും കേട്ടോ. ഈ ബോക്സ് പന്നലാവുന്നിടം വരെ ഞാൻ ഇതിനകത്താക്കി വെക്കും. അല്ലെങ്കിൽ കത്രിക ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുവാണെങ്കിൽ, നേരത്തെ എൻ്റെ കയ്യിൽ ഒരു കത്രിക എപ്പോഴും തറയിൽ വീണ് അങ്ങനെ പന്നലായത്. അതുകൊണ്ട് ഇപ്പം ബോക്സിനകത്താക്കി വെക്കുമ്പോഴത്തേക്ക് സേഫായിട്ട് തന്നെ ഇരുന്നോളൂ. പിന്നെ ഞാൻ ഇതേ കണക്ക് കവറുകളൊക്കെ എടുത്ത് മടക്കി വെക്കും കേട്ടോ. തുണിയൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്നതാണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. നേരത്തെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല. ഇത് കണക്ക് റൂം മെസ്സായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഒട്ടും പറ്റത്തില്ല. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇത് താഴത്തെ ചേച്ചിയുടെ ബ്ലൗസാണ്, താഴത്തെ വീട്ടിലെ ചേച്ചിയുടെ ബ്ലൗസാണ്. ഇനി ഇതും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം, അമ്മയുടെ ഒരു ബ്ലൗസും കൂടെ ഉണ്ട്. അപ്പം 2 ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.